ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന 2 സെറംസ് ആണ്. 2 ഫേസ് സെറമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് പ്ലമ്മിൻ്റെ ഫേസ് സെറമാണ്. ഇത് റൈസ് വാട്ടർ ആൻഡ് നിയാസൈനമൈഡ് 10% ഒരു സെറമാണ്. ക്ലാരിറ്റി ബൂസ്റ്ററിന് ഇതിൻ്റെ 15 ml ആണ് ട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഓയിലി സ്കിന്നിന് പറ്റിയ നല്ലൊരു നല്ലൊരു സെറമാണ് ട്ടോ. ഞാനിത് യൂസ് ചെയ്തുകൊണ്ട് പറയാണ്. ഇതിപ്പോൾ യൂസ് ചെയ്ത് കുറച്ച് തീരാറായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് 349 റുപ്പീസാണ് ട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. 15 ml 349 റുപ്പീസാണ് വരുന്നത്. ഒരു 2 ഇയറൊക്കെ എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേറെ കൊടുത്തിട്ടുണ്ട്. നോ സിന്തറ്റിക് ഫ്രാഗ്രൻസസ് ഓർ എസെൻഷ്യൽ ഓയിൽസ് ആഡഡ് ടു ദ ഫോർമുലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓൾ സ്കിൻ ടൈംസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓയിലി സ്കിന്നിന് അത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു ഇതാണ്. പിന്നെ ഇതിനകത്ത് ഹൗ ടു യൂസ് കൊടുത്തിട്ടുണ്ട്. പാച്ച് സെറം ഇൻ യൂസ് ഡേ ആൻഡ് നൈറ്റ് ഡു എ പാച്ച് ടെസ്റ്റ് ബിഫോർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്താൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാ പ്രൊഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണ്ടിട്ട് എടുക്കാൻ. ഇത് നമ്മൾ ഫേസിൽ ജസ്റ്റ് ക്ലെൻസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു 2-3 ഡ്രോപ്സ് എടുക്കുക, അപ്ലൈ ചെയ്യുക. ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫില്ലറും കൂടെ വരുന്നത്. ഡ്രോപ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഒരു വൈറ്റ് കളറാണ് കേട്ടോ. ഒരു ക്ലൗഡി വൈറ്റ് കളറാണ് ഇതിൻ്റെ കളർ വന്നിട്ട്. ഇത് തീരാറായി ആക്ച്വലി. ഞാനിത് കയ്യിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കളർ മനസ്സിലാവും. നമ്മളിങ്ങനെ എടുക്കുക, പ്രൊഡക്റ്റ് എടുക്കുക, നമ്മളിങ്ങനെ ഡ്രോപ്പർ നമ്മുടെ ഫേസിലോട്ട് അല്ലെങ്കിൽ കയ്യിലോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് കൈ തൊടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതെപ്പോഴും അപ്പോൾ നല്ല ഹൈജീനിക് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് ഇത് വരുന്നത്. കുറച്ച് തിക്കാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒഴുകി പോകുന്ന ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി അല്ല ഇതിനുള്ളത്. കുറച്ച് തിക്കാണ്. നമ്മളൊരു 2-3 ഡ്രോപ്സ് എടുക്കുക. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാതെ ഒന്ന് പാക്ക് ഡ്രൈ ചെയ്യുക. എന്നിട്ട് ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ 4 ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് ഫേസിലൊന്ന് പാറ്റ് ചെയ്ത് അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം. ക്ലെൻസ് ചെയ്യുക കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഡോട്ട് ആൻഡ് കീയുടെ ആണ് കേട്ടോ. ഇതെനിക്ക് ആക്ച്വലി സ്മിറ്റനിലുള്ള ട്രയൽ പോയിൻറ്റ്സിന് ഫ്രീ കിട്ടി ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇത് ഭയങ്കര നല്ലതായിരുന്നു. ഇതിനകത്തൊന്നുമില്ല, തീർന്നു. കംപ്ലീറ്റ്ലി തീർന്നു. കാരണം ഇത് 3 ml ബോട്ടിലാണ് വരുന്നത്. 3 ml ബോട്ടിലാണെങ്കിൽ പോലും അവരുടെ പാക്കേജിംഗ് ഒക്കെ നോക്കി ആ 3 ml ട്രയൽ പോയിന്റിനും അവർ തന്നിരിക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടല്ലോ, അത്ര നന്നായിട്ടാണ് അവർ പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് സാധാ ബോട്ടിലൊന്നും അല്ല, ഡ്രോപ്പർ ഉള്ള ഒരു ബോട്ടിൽ തന്നെയാണ്. ഇത് 10% നയസിനമൈഡ് ആൻഡ് സീക്ക അൾട്ടിമേറ്റ് സ്പോട്ട്ലെസ് ഗ്ലോ ഫേസ് സിറമാണ്. വിത്ത് ആൽഫ അർബ്യൂട്ടിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിന് നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും നല്ലൊരു ഗ്ലോ, ഇവർ പറയുന്ന പോലെ തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലും യൂസ് ചെയ്യാത്തുണ്ടെങ്കിൽ ട്രയൽ പോയിൻറ്റ്സിലെങ്കിലും സ്മിറ്റനിൽ നിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സ്മിറ്റൻ ഹോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടുപോകുക. ഇതിനകത്ത് ഒന്നുമില്ല എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് നമ്മുടെ ഒരു ഏകദേശം വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒരു തിക്കായ, പക്ഷേ നമ്മൾ നേരത്തെ കണ്ട പ്ലമ്മിൻ്റെ സെറം പോലെ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി അല്ല. ഇതിനകത്തൊന്നുമില്ല. ഞാൻ ഒരു ഡ്രോപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തന്നേനെ. അതിനകത്തൊന്ന് കൊട്ടി നോക്കട്ടെ. ഇല്ല. അതിൽ ട്രാൻസ്പാരൻ്റ് ആണ് ഇത് വരുന്നത്. കണ്ടോ, ഒരു ചെറിയൊരു വെള്ളം പോലെ കണ്ടോ, അതാണ് കേട്ടോ അതിൻ്റെ സെറം. തീർന്നുകൊണ്ടാണ് കേട്ടോ എനിക്കിത് റീപർച്ചേസ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഇടയിൽ പ്ലമ്മിൻ്റെ സെറം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. പക്ഷേ പ്ലമ്മിൻ്റെ സെറവും കൊള്ളാം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുക ഇതായിരിക്കും. നല്ല ഫേസിന് നല്ലൊരു ഗ്ലോവും നല്ലൊരു ഫ്രഷ്നെസ്സും തരും കേട്ടോ. അപ്പോൾ എനിക്കിത് റീപർച്ചേസ് ചെയ്യണം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ലിങ്കും റേറ്റും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്മിറ്റനിൽ നിന്ന് വാങ്ങാം. അതിൻ്റെ ഹോൾ വീഡിയോയുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 സെറമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഓയിലി സ്കിന്നിന് പറ്റും എന്തായാലും. ഇവിടെ ഓൾ സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഓയിലി സ്കിന്നിനാണ് ഞാൻ കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. ഫോർ ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ, സെൻസിറ്റീവ് സ്കിൻ എന്നാണ് കേട്ടോ ഡോട്ട് ആൻഡ് കീയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങി നോക്കുക. താങ്ക് യു.